എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണല്ലോ അർത്ഥം. വാഹന രൂപത്തിൽ നിൽക്കുന്ന അസുരൻ, അതായത് നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം ഒരു വാഹനമാണെന്നാണ് ഉപനിഷത്തുക്കളൊക്കെ പറയുന്നത്. നമ്മുടെ ആചാര്യന്മാര് പറയും, ഒരു വാഹനം എപ്രകാരമാണോ രണ്ട് ചക്രങ്ങളിൽ ഉരുണ്ട് മുന്നോട്ട് പോകുന്നത്, അതുപോലെ ഒരു വാഹനമാണ് നമ്മുടെ ശരീരം. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച. ഈ ശരീരം ഒരു രഥമാണ്, ഈ ശരീരം ഒരു വാഹനമാണ്. ആരാണ് ഇതിനെ ഓടിക്കുന്നത്? ഇതിനെ ഓടിക്കുന്ന ഡ്രൈവർ ഞാനെന്ന ഭാവത്തോടുകൂടി ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന അഹങ്കാരത്തെയാണ് പറയുന്നത്. അപ്പൊ ഒരു വാഹനമാവണമെങ്കിൽ വാഹനവും വേണം, ഡ്രൈവറും വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വാഹനത്തിന്റെ ആവശ്യമില്ല. ഇതുപോലെ ഈ ശരീരത്തിന് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ ഈ ശരീരത്തിനെയും ഓടിക്കാൻ ഒരു ഡ്രൈവർ വേണം. ആരാണ്? ഞാനെന്ന ഭാവം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മനോഹരമായൊരു ചിത്രം, ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം. 5 കുതിരകളെ പിടിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുന്നു, ആ രഥത്തിൽ പുറകിൽ അർജുനൻ നിൽക്കുന്നു. അങ്ങനൊരു ചിത്രമുണ്ട്. എന്താണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്? അവിടെ 5 കുതിരകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണെന്ന് പറയാണ്. ഈ ശരീരമാകുന്ന തേരിനെ, രഥത്തെ മുന്നോട്ട് നയിക്കുന്നത് 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ്. ആ കുതിരകളെ കെട്ടിയിരിക്കുന്ന കടിഞ്ഞാണാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സെന്ന് പറയാണ്. മനസ്സ് എന്ത് നിശ്ചയിക്കുന്നു, മനസ്സെന്ത് ആഗ്രഹിക്കുന്നു, ആ ദിക്കിലേക്ക് ഓരോ കുതിരകളും പോവും. ഒരാളിങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് പറയണമെന്ന് നോക്കണമെന്ന്. അപ്പൊ കണ്ണാകുന്ന കുതിര അങ്ങോട്ട് പോവും. അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാവാകുന്ന കുതിര മനസ്സിങ്ങനെ പറയാണ് രസം കഴിക്കണം, അല്ലെങ്കിൽ അച്ചാറ് കഴിക്കണം, അല്ലെങ്കിൽ പുളിശ്ശേരി കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ നാവാകുന്ന കുതിര അതിലേക്കിങ്ങനെ രുചിയോടുകൂടി നോക്കും, കൈ അങ്ങോട്ട് പോവും. പിന്നെ അത് നാവിലോ മൂക്കിലോ എവിടെ തേക്കാച്ചാൽ അവിടെ എത്തിക്കും. അത് അല്ല, അച്ചാറ് മൂക്കിൽ തേക്കില്ലല്ലോ, എവിടെ വെച്ചാൽ. ഇങ്ങനെ ഓരോ കുതിരകൾ നമ്മളെ അങ്ങോട്ട് നയിക്കുന്നു പറയാണ്. ഇപ്പൊ ഭാഗവതമൊക്കെ പറയുന്നതിൻ്റെ ഇടയിലും പുറകിൽ ആരെങ്കിലും കല്യാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് മനസ്സങ്ങോട്ട് പോകും, ചെവി പറയുന്ന ഒന്ന് കേൾക്കാം, ആരുടെ കല്യാണമാണ് പറയാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഓരോ കുതിരകളുടെയും കാര്യം. കടിഞ്ഞാണായിട്ട് മനസ്സ് നിൽക്കുന്നു. ആ മനസ്സാകുന്ന കടിഞ്ഞാൻ ആരുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്? പറയുന്നു, ബുദ്ധിയാകുന്ന ശക്തിയുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്. അതായത് നമ്മുടെ വിവേക ബുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏത് സംസ്കാരത്തിൽ ഇരുത്താനും ആ തരത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ ബുദ്ധിയായിട്ട് നിൽക്കുന്നു ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയാണ്. ഭഗവാൻ കൃഷ്ണൻ എന്നാൽ വിവേക ബുദ്ധി എന്നർത്ഥം. ആരുടേതാണ് ഈ രഥം? ആ രഥം ഒരു അഹങ്കാരത്തിന്റെ ജീവന്റെയാണ്. ആരാണ് ജീവനായിട്ട് നിൽക്കുന്നത്? അർജുനനാണ് എന്ന് പറയണം. അർജുനനാകുന്ന ഉടമസ്ഥന്റെ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു രഥമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാകുന്ന ഈ രഥം. എപ്പോ ഡ്രൈവർ വാഹനത്തിൽ ഇറങ്ങിപ്പോയോ പിന്നെ ഈ വാഹനം ഓടില്ല. രാത്രി ഉറക്കത്തിലേക്ക് കടന്നുപോയാൽ പിന്നെ ഈ വാഹനം നിശ്ചലമാണ്. പിന്നെ രാവിലെ വണ്ടി ഓടുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ വാഹനത്തിന്റെ കാര്യം. ഇതൊരു വാഹനമാണെന്നും ഈ വാഹനം ഓടിക്കുന്നവൻ സൂക്ഷ്മമായ ജീവനും മനസ്സും ബുദ്ധിയും എല്ലാം കൂടി ചേർന്നതാണെന്നൊക്കെ ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ആരാണോ ശരീരത്തെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നത് അവരെയാണ് ശകട അസുരന്മാര് എന്ന് പറയാം. അസുരൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് അസുരന്മാര്. ഇപ്പൊ നമ്മുടെ സൂക്ഷ്മശക്തികളെ മനസ്സിലാക്കാതെ സ്ഥൂലമായ ശരീരത്തെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഒരു ആണായിട്ടോ പെണ്ണായിട്ടോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ മകളായിട്ടോ മകനായിട്ടോ ഒരു ഉദ്യോഗസ്ഥനായിട്ടോ ഇങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എങ്കിൽ നമ്മുടെ പേര് ഇടേണ്ടത് മിസ്റ്റർ ശകടാസുരൻ എന്നാണ്. കാരണം അത്രയും നമ്മൾ കാണുന്നുള്ളൂ പറയണം. അതിന്റെ പിന്നിലുള്ള ഒരു ഡ്രൈവറെ നമ്മൾ കാണുന്നില്ല. അതിന്റെ പിന്നിലിരിക്കുന്ന ഒരു കൃഷ്ണനെ നമ്മൾ കാണുന്നില്ല. എപ്പോ നമ്മൾ ആ കൃഷ്ണനിലേക്ക് മനസ്സിനെ തിരിയിക്കുന്നുവോ അപ്പം നമുക്ക് മനസ്സിലാവും ഈ ശരീരം ഇത്രയും കാലം ഓടിയത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന്. ഭഗവാന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ശരീരത്തിന് എന്തിനാണ് ഒരു ശ്വാസം പോലും എടുക്കാൻ സാധ്യമല്ല. അന്തരീക്ഷത്തിൽ എത്രയോ വായുണ്ട്, അതിൽ നിന്നെല്ലാം ഓക്സിജനെ മാത്രം ഉള്ളിലേക്ക് എത്തിച്ച് നമ്മുടെ ലങ്സുകളും മറ്റും പ്രവർത്തിപ്പിച്ച് ഈ രക്തത്തെ സംക്രമണം ചെയ്ത് ആഹാരത്തെ ദഹിപ്പിച്ച് ഇതൊക്കെ നമ്മളാണോ നടത്തുന്നത്? ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്നോ നമ്മൾ തീരുമായിരുന്നു.
ഹാർട്ടിന്റെ പ്രവർത്തനമൊക്കെ നമ്മളെയാണ് ഏൽപ്പിച്ചതെങ്കിൽ അല്ലെങ്കിലേ മറവിയുടെ ഉസ്താദുകളാണ് നമ്മളൊക്കെ. മറവി നമ്മുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ മറവിയുള്ള നമ്മളെയൊക്കെ ഈശ്വരൻ അത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്നോ ഈ പണി തീരുമായിരുന്നു നമ്മുടെയൊക്കെ. എന്തോ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ, ലങ്സിന്റെ ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ, അതുപോലെ പതനക്രിയകൾ, രക്തത്തിന്റെ ക്രിയകൾ, ഇതൊന്നും ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചില്ല. ഭഗവാൻ അറിയാൻ നമ്മൾ കുരുത്തക്കേട് കാണിക്കുന്നുള്ളത്, എന്നിട്ടേ നമ്മൾ കുരുത്തക്കേട് കാണിക്കുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ ആ സംഗതികളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഭഗവാനാണെന്നൊക്കെ ഒരു ബോധമുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഏത് വിഷമങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു പ്രിയൻ. അടുത്ത ഉപാഖ്യാനം പറയുന്നത്, അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഭഗവാൻ ഉണ്ണിയായിട്ടിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം അമ്മ ഉണ്ണിക്കിങ്ങനെ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മടിയിൽ കിടന്ന് ഭഗവാൻ മുലപ്പാൽ കുടിക്കുമ്പോൾ താരാട്ട് പാടിക്കൊണ്ടിങ്ങനെ അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ശകടാസുരൻ വധിക്കപ്പെട്ടപ്പോൾ ആരാണ് ഇത്രയും വലിയ ശക്തിയും സിദ്ധനുമായിട്ടുള്ള വല്ല കുട്ടിയുണ്ടോ അമ്പാടിയിൽ, എന്നാൽ പോയി നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കംസൻ അടുത്ത ശാസനം കൊടുത്തു. അത് ഏറ്റെടുത്ത് തൃണാവർത്തനായിരുന്നു. അയാൾ ഒരു കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ അമ്പാടിയിൽ വന്ന് എവിടെയും കൊടുങ്കാറ്റ് പരത്തിയെന്നാണ്. പൊടിമണ്ണുകൊണ്ട് അന്തരീക്ഷം മുഴുവൻ നിറച്ചപ്പോ കണ്ണു കാണാതെ ഗോപന്മാരും ഗോപികമാരും വീട്ടിൽ ചെന്ന് അഭയം പ്രാപിച്ചപ്പോ ഇവിടെ രോഹിണി ദേവി ബലരാമസ്വാമിയും കൊണ്ടെടുത്ത് ഓടി. എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. അപ്പോഴേക്കും ഭഗവാനെ എടുക്കാൻ വേണ്ടിയിട്ട് തൃണാവർത്തൻ വന്നപ്പോൾ ഭഗവാന് തോന്നി, പാവം എന്നെയല്ല അവന് ആവശ്യം, പാവം ഈ അമ്മയോട് കൂടിയിട്ട് എന്തിനാ പൊക്കുന്നത്. അതുകൊണ്ട് തന്റെ ശരീരത്തിന്റെ ഭാരം അങ്ങോട്ട് കൂട്ടി. 2-3 കിലോ ഉള്ള ഒരു കുട്ടി 10-20 കിലോയിലേക്കാണ് പോയി കഴിഞ്ഞാൽ ഏതമ്മയിലും ഉരുട്ടി താഴെ ഇടും. നിവൃത്തിയില്ല, അത്ര താകാൻ പറ്റണ്ടേ അമ്മയ്ക്ക്. കാര്യസ്നേഹമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം തന്നെ. പക്ഷെ അധികം ഭാരമായി കഴിഞ്ഞാൽ എടുത്ത് താഴെ ഇട്ടേ പറ്റുള്ളൂ. അമ്മ വേഗം ഉരുട്ടി താഴെ ഇട്ടു. ആ സമയത്ത് തൃണാവർത്തൻ ഭഗവാനെയും കൊണ്ട് ഉയർന്നു. അമ്മ നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, കണ്ടു എന്റെ ഉണ്ണി ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി നോക്കൂ രോഹിണി ദേവി എവിടെ പോയി ഉണ്ണി എന്നൊക്കെ പറഞ്ഞപ്പോ ബലരാമസ്വാമിയും കൊണ്ട് രോഹിണി ദേവി എത്തുമ്പോഴേക്കും ഭഗവാനെ കാണുന്നില്ല. ആ സമയത്ത് അന്തരീക്ഷം മുഴുവൻ ഇരുട്ട് ബാധിച്ചുകൊണ്ട് ആർക്കും പരസ്പരം കാണാൻ പറ്റുന്നില്ല. യശോദാദേവി തലകറങ്ങി വീണു. ഗോപികമാരൊക്കെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. പരദേവതകളോടും ജഗദീശ്വരനോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉണ്ണിക്കൊന്നും പറ്റരുതേന്ന്. ആ ഒരു നിമിഷം ഭഗവാനെയും കൊണ്ട് പോവാണ് തൃണാവർത്തൻ. ഭഗവാന് തോന്നി, മതി ഇവൻ ഇത്രയ്ക്ക് ഉയർത്തിയത് മതിയെന്ന്. അവന്റെ കഴുത്തിന് കയറി അങ്ങോട്ട് പിടിച്ചു. സർവ്വചരാചരങ്ങളുടെയും നാഥനായിരിക്കുന്ന ഭഗവാൻ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ചെറിയൊരു ഉണ്ണിയുടെ രൂപത്തിൽ ആ തൃണാവർത്തന്റെ കഴുത്തിന് കയറി പിടിച്ചപ്പോ തൃണാവർത്തൻ ആദ്യം തോന്നി ഉണ്ണി ചെറുതാണ്, താനാണ് വലുത് എന്നുള്ളത്. ഭഗവാൻ പിടിച്ചപ്പോഴാ തോന്നിയത് ചെറുതിന് ഇത്ര ശക്തിയുണ്ട് എന്നുള്ളത്. ഇത്രയും ശക്തിയുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഭഗവാൻ ശ്വാസം മുട്ടിച്ച് അവനെ കൊല്ലുന്നു. അവനതാ താഴേക്ക് വീഴുന്നു. ശബ്ദം കേട്ട് ഗോപികമാരൊക്കെ വന്നു നോക്കുമ്പോൾ കാണുന്ന ഭയാനകമായ വിപുത്സമായ രൂപം. ആ സമയത്ത് അവർ നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരു ശബ്ദം കേൾക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ഉണ്ണി ഈ അസുരന്റെ ശരീരത്തിലേക്ക് വീണിരിക്കുകയാണ്. എല്ലാവരും കൂടി ഓടി വന്നെടുത്തു. എന്നിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്ന് വിചാരിച്ചിട്ട് വേഗം കൊണ്ടുപോയി തൊഴുത്തിലേക്ക് ഇത്തിരി ഗോമൂത്രമൊക്കെ കൊടുത്തു. പശുവിന്റെ വാലുകൊണ്ട് 4 അടിയൊക്കെ വെച്ചു കൊടുത്തു. ഉഴിഞ്ഞിടലൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് യശോദാദേവിയുടെ മുഖത്ത് വെള്ളം തളിച്ചിട്ട് പറഞ്ഞു, ഹാവു എന്റെ യശോദാദേവി, ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ഉണ്ണിക്ക് ഒരു അപകടം ഉണ്ടായില്ല എന്ന്. ഭഗവാൻ അങ്ങനെ പുഞ്ചിരിച്ചു നോക്കി. ഇവർ പ്രാർത്ഥിക്കേണ്ട എന്നെ രക്ഷപ്പെടുത്താൻ പാവങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ പരമാർത്ഥം? ഏതായാലും ഈ ലീലകളുടെയൊക്കെ പിന്നിലുള്ള രഹസ്യം ഇവരെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ബലരാമസ്വാമി അപ്പുറത്തുനിന്ന് പുഞ്ചിരിക്കുന്നത്, പോട്ടെ ജ്യേഷ്ഠ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെന്ന്. അങ്ങനെ രണ്ടുപേരും അപ്പോഴേക്ക് യശോദാദേവി എടുത്തു, പാലൊക്കെ കൊടുക്കണു എന്നാണ് കഥ. ഇങ്ങനെ തൃണാവർത്തനെയും വധിച്ചു. നോക്കണേ ഭഗവാന്റെ ഒരു അവസ്ഥ. പ്രസവിച്ചുകൊണ്ട് പുറത്തു വന്നില്ല, ഓരോരുത്തർ ക്യൂ നിൽക്കുക തട്ടാൻ വേണ്ടിയിട്ട്. ഇന്നായിരുന്നെങ്കിൽ പ്രസവിച്ച ഉടനെ ഡോക്ടർമാർ ക്യൂ നിൽക്കുകയാണ് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ സിറിഞ്ച് കൊണ്ടാ ഏതൊക്കെ ഇതുകൊണ്ടാ കുത്തേണ്ടത് എന്നുള്ളത്. ഏതായാലും അങ്ങനെ ഭഗവാൻ തൃണാവർത്തനെ വധിക്കുന്നു. അപ്പൊ ആരാ ഈ തൃണാവർത്തൻ? തൃണം എന്ന് പറഞ്ഞാൽ പൊടി എന്നാണ് അർത്ഥം, പുല്ല് എന്നർത്ഥം. തുച്ഛമായ വസ്തുക്കളെയാണ് തൃണം എന്ന് സംസ്കൃതത്തിൽ പറയാം. നമ്മുടെ ഈ ശരീരം 5 തരം പൊടികളാൽ നിർമ്മിതമാണ്. എന്താ സ്വാമി ആയുർവേദ ഷോപ്പിലുള്ള പോലെയാണോ? പ്രകൃതി 5 തരം പൊടികൾ എടുത്തിട്ടുണ്ട് നമ്മളെ ഉണ്ടാക്കാൻ. ഏതൊക്കെ പൊടിയാണ്? തലയിൽ തിരുമുന്ന പൊടി, ഇങ്ങനെയൊക്കെയുള്ള പൊടിയാണോ? നമ്മുടെ ജീവിതം നോക്കിയാൽ ആകെ പൊടിയാണ്, അത് വേറെ കാര്യം. രാവിലെ എണീക്കുന്നതേ പൊടി തട്ടിയിട്ടാണ് എണീക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പലരും പല പൊടികൾ ഉപയോഗിച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്യണു. അത് കഴിഞ്ഞാൽ പിന്നെ തലയിൽ ചിലർ പൊടിയിടണു,
പിന്നെ ശരീരം ആകെ പൊടിയിടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയാൽ ഈശ്വര എന്തൊക്കെ പൊടി ഇടുകയെന്നറിയില്ല. ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടണ്ടേ, അതിന് പലതും തേക്കണമല്ലോ. അങ്ങനെ പല പൊടികളൊക്കെ ഇടുന്നു. അങ്ങനെ അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കയറിക്കഴിഞ്ഞാൽ അപ്പോഴും പൊടികളില്ലെങ്കിൽ അതൊന്നും അകത്തേക്ക് കയറില്ല. ചട്നിപ്പൊടിയോ മസാലപ്പൊടിയോ പല പൊടികളും വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ചിലർക്കൊക്കെ മൂക്കിൽ ഇത്തിരി പൊടി കയറിയാലേ ഒരു ഉണർവ് വരുന്നു. ചിലർക്ക് ചായയിലായിരിക്കാം, അല്ലെങ്കിൽ കാപ്പിയിലായിരിക്കാം. ഇങ്ങനെ പൊടികൾ വേണം, എന്നാലേ ജീവിതത്തിലൊരു സുഖമുള്ളൂ. അതും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അപ്പോഴേ നിശ്ചയിച്ചിട്ടുണ്ട് ആരുടെയൊക്കെ കണ്ണിലാ പൊടി ഇടേണ്ടത് എന്നുള്ളത്. അതും കഴിഞ്ഞ് കുറെ കാലം ഓഫീസ് ജീവിതമൊക്കെ നയിച്ച് അങ്ങനെ ജീവിതം കുറേയൊക്കെ അടിപൊടിയോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ നടന്ന് അവസാനം എല്ലൊക്കെ ഇങ്ങനെ പൊടിയാൻ തുടങ്ങും. പിന്നെ എവിടെ തൊട്ടാൽ അയ്യോ വല്ലാത്ത തൊടണ്ട പൊടിയാൻ തുടങ്ങും. പിന്നെ കുറെ കഴിഞ്ഞാൽ ഒരു ദിവസം സ്ഥലം വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടി കൊണ്ടുവയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് തീ കൊളുത്തിയാൽ പിന്നെ ഒരു കലത്തിലേക്കുള്ള പൊടിയേ ഉണ്ടാവുള്ളൂ. അതേതെങ്കിലും വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കിയ ഭാഗ്യം, ഇല്ലെങ്കിൽ എവിടെയും കൊണ്ടിട്ടാ ഭാഗ്യം. അങ്ങനെ പൊടിയിൽ തുടങ്ങി പൊടിയിൽ അവസാനിക്കുന്നവരാണ് നമ്മൾ. ഏതൊക്കെ പൊടിയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. ഈ പഞ്ചഭൂതാത്മകമായ പ്രകൃതി തത്വങ്ങളാൽ, പ്രകൃതിയുടെ പൊടി എന്ന് പറഞ്ഞ അണുനർത്ഥം, സൂക്ഷ്മമായ അണുക്കളാൽ നിർമ്മിതമാണ് ഈ ശരീരം. ഈ ശരീരത്തെ ചൈതന്യവത്താക്കുന്നതോ ശവമായിരിക്കുന്ന ജഡമായിരിക്കുന്ന ഈ ശരീരം ഇന്നിപ്പോ ചൈതന്യവത്താക്കിയിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. ഭഗവാന്റെ സാന്നിധ്യമാണ്. കൃഷ്ണൻ എന്നാൽ ചൈതന്യം എന്നർത്ഥം. ആ ഭഗവത് സാന്നിധ്യവും അതിലിരിക്കുന്ന മനസ്സൊക്കെയാണ് ഈ ശരീരത്തെ ജീവനുള്ളതാക്കി തീർക്കുന്നതെങ്കിൽ, ഇനി നമ്മളോട് പറയുകയാണ്, ഇപ്പോ നമ്മൾ ഭഗവാന്റെ സാന്നിധ്യത്തെ ചെറുതാക്കിയിട്ടും ശരീരത്തിന്റെ പ്രാധാന്യം വലുതായും കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായിരിക്കും നമ്മെ കൂടുതൽ അലട്ടുന്നത്. ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ അലട്ടും. അതല്ല, നമ്മൾ ഭഗവാന്റെ സാന്നിധ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ നമുക്ക് ശരീരത്തിന്റെ പ്രശ്നങ്ങളെ ഒരുവിധമൊക്കെ പരിഹരിക്കാൻ സ്വയം സാധിക്കും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ശരീരമാണെന്ന് ബോധിപ്പിക്കുന്നത് മനസ്സാണ്. മനസ്സിലാവുണ്ടല്ലോ? മനസ്സുണർന്നില്ലായിരുന്നു എങ്കിൽ ഞാനൊരു പെണ്ണാണെന്നോ ആണാണെന്നോ ഭാര്യയാണെന്നോ ഭർത്താവാണെന്നോ അച്ഛനാണെന്നോ അമ്മയാണെന്നോ വിദ്യാർത്ഥിനിയാണെന്നോ നമുക്കൊരിക്കലും മനസ്സിലാക്കാനോ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. മനസ്സുണരണം. മനസ്സ് ഉണർന്ന് പ്രവർത്തിച്ചാലേ ശരീരത്തിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സ് കെട്ടടങ്ങിയാൽ ആണുമല്ല പെണ്ണുമല്ല അച്ഛനുമല്ല അമ്മയുമല്ല ആരുമല്ല. ശരിയല്ലേ? ഇത് വ്യക്തമായിട്ട് ഉറപ്പിക്കണം. അപ്പൊ ശരീരം ഏത് ശരീരമാണെന്ന് ബോധിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. മനസ്സ് സൂക്ഷ്മമാണ്, ശരീരം സ്ഥൂലമാണ്. ഇനി വീണ്ടും മനസ്സിന് ഉണരണമെങ്കിൽ, മനസ്സിന് ചിന്തിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിലൊരു ചൈതന്യം കൂടിയേ കഴിയുള്ളൂ. ചൈതന്യമില്ലായിരുന്നെങ്കിൽ മനസ്സിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ഭഗവത് സാന്നിധ്യം എന്ന് പറയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത് ശരീരം വലുത്, അതിൻ്റെ അകത്ത് ചെറിയൊരു മനസ്സ്, അതിൻ്റെ അകത്ത് ചെറിയൊരു ഈശ്വരന്റെ ഒരു ചെറിയ സ്പാർക്ക്. ഇതാണിപ്പോൾ ഞാനും നിങ്ങളും നമ്മൾ മനസ്സിലാക്കിയത്. വാസ്തവത്തിൽ ശരീരമല്ല വലുതായിട്ടിരിക്കുന്നത്. ഈ ശരീരത്തെ ഉണർത്തുന്നത്, ശരീരത്തെ കൊണ്ടു നടക്കുന്നത്, ശരീരത്തെ ഇരുത്തുന്നത് എല്ലാം മനസ്സാണെങ്കിൽ, ശരീരത്തിന് നടക്കാൻ പോലും സാധിക്കണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? അല്ലേ? ഉറങ്ങിക്കൊണ്ട് ഒരാൾക്കും നടക്കാൻ സാധിച്ചിട്ടില്ല. ചിലർ ഉറക്കത്തിൽ നടക്കാറുണ്ട്, പക്ഷെ എന്നാൽ അവരുടെ മനസ്സ് ഒരു കുറച്ചെങ്കിലും അബോധാവസ്ഥയിലായിരിക്കും. തീരെ ഉറങ്ങിക്കൊണ്ട് ഒരാൾ നടക്കില്ല. തീർച്ചയായിട്ടും സാധ്യമല്ലത്, ഇമ്പോസിബിളാണത്. അങ്ങനെയായിരുന്നെങ്കിൽ അനസ്തീഷ കൊടുത്ത ഒരാൾ എണീറ്റ് നടക്കണം. ഇന്നേ വരെ നടന്നിട്ടില്ല, അവിടെ കിടന്നേ പറ്റുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. ആ മനസ്സാണ് ശരീരത്തെ കൊണ്ടു നടക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ ശരീരത്തെക്കാൾ ശക്തമായിരിക്കണം ഏത്? മനസ്സ്. ആ മനസ്സിനെ ഉണർത്താനും മനസ്സിനെ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്ന ഈശ്വര ചൈതന്യം അത് മനസ്സിനേക്കാൾ ശക്തമായിരിക്കണം.
അപ്പോൾ ശരീരം മനസ്സിലിരിക്കുന്നു, മനസ്സ് ഭഗവത് ചൈതന്യത്തിലിരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് മനസ്സിനും ആ മനസ്സിനെ മനസ്സാക്കി നിലനിർത്തുന്ന ഈശ്വര സാന്നിധ്യത്തിനായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കാതെ ജീവിച്ച് ഈ ശരീരത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തപ്പോൾ ഇതൊരു ശരീരം പെണ്ണിന്റെയാണെങ്കിൽ പെണ്ണിന്റെ ദൗർബല്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും, ഇതൊരു ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും, അമ്മയാണെങ്കിൽ അമ്മയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഭർത്താവ് കല്യാണം കഴിച്ച് ഉപേക്ഷിച്ചവളാണെങ്കിൽ ഒരു ഡൈവേഴ്സിയുടെ പ്രശ്നങ്ങളുണ്ടാവും, ഭർത്താവ് മരിച്ചവളാണെങ്കിൽ ഒരു വിധവയുടെ പ്രശ്നങ്ങളുണ്ടാവും, മക്കൾ നോക്കാത്തവളാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചേ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിന് ആണെന്നോ പെണ്ണെന്നോ ജനിച്ചവനെന്നോ മരിച്ചവനെന്നോ പ്രായമെന്നോ ഇതൊന്നും ഇല്ല എങ്കിൽ വാസ്തവത്തിൽ ഞാൻ ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നത് കാലത്തിന്റെ ഒരു നിശ്ചയമാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കത് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലവരെന്ന് പറയുന്ന ആളുകൾ പോലും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. രാമകൃഷ്ണദേവൻ ചെറുപ്പത്തിലെ വലിയ പരമഭക്തനായിരുന്നു കാളീദേവിയുടെ. കാളിയെ ഉപാസിച്ചുപാസിച്ച് പ്രത്യക്ഷീകരിച്ചവരാണ് രാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തിന് പോലും ക്യാൻസർ എന്നൊരു അനുഭവത്തിലൂടെ കടന്നുപോകേണ്ടി വന്നു. അതും ഘോരമായ ക്യാൻസർ. ചെറുപ്പത്തിലെ ഭഗവത് മാർഗത്തിലേക്ക് തിരിഞ്ഞ് ആത്മസാക്ഷാത്കാരം നേടി ലോകത്തെ കണ്ണു തുറപ്പിച്ച ആളാണ് രമണ മഹർഷി. അദ്ദേഹത്തിനും അനുഭവിക്കേണ്ടി വന്നു ക്യാൻസറിന്റെ അനുഭവങ്ങൾ. വിവേകാനന്ദ സ്വാമികൾക്ക് പൈൽസിന്റെ അറ്റാക്ക് വളരെ കൂടുതലായിരുന്നു. അദ്ദേഹത്തിന് അവസാനം ഈ ശരീരത്തെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞു. അങ്ങനെയൊക്കെ പലരും ജീവിതത്തിൽ നന്മ ചെയ്തവർ പോലും വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും തളർന്നിട്ടില്ല, തകർന്നിട്ടില്ല. കാരണം അവരവരുടെ വ്യക്തിത്വത്തെ കണ്ടത് സ്ഥൂലമായിട്ടായിരുന്നില്ല, മറിച്ച് സൂക്ഷ്മമായിട്ട്. അവർക്ക് മനസ്സിലായി ഇതൊന്നും മനസ്സിനെയല്ല ബാധിക്കുന്നത്. ക്യാൻസർ ശരീരത്തിന് വരാം, ക്യാൻസർ ഒരിക്കലും മനസ്സിന് വരില്ല. പലർക്കും ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വരാറുണ്ട്. ഇത്രയും ദിവസമൊക്കെ അമ്പലത്തിൽ പോയിട്ട് നാമങ്ങൾ ചൊല്ലിയിട്ട് ഭാഗവതമൊക്കെ വായിച്ചിട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന്, ഞാൻ എന്ത് തെറ്റാ ഗുരുവായൂരപ്പ ചെയ്തതെന്ന്. ഗുരുവായൂരപ്പൻ പറയും, ഞാൻ തന്നെ പോകുമ്പോൾ അമ്പേറ്റിട്ടാ പോയിരിക്കുന്നത്. അതെന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. എനിക്ക് പോലും അങ്ങനെ പോകാൻ പറ്റിയുള്ളൂ, പിന്നെ നിങ്ങൾക്കൊരു എക്സെപ്ഷനൊക്കെ ഉണ്ടോ? നിങ്ങളെന്നും എന്റെ അടുത്ത് വന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. കാരണം നിങ്ങളെങ്ങനെ തെറ്റിദ്ധാരണയിൽ വന്നു, എന്റെ അടുത്ത് പ്രതീക്ഷ വെച്ചിട്ട് വന്നു. ഞാൻ അമ്പലത്തിൽ വരുന്ന ആളാണ്, നാമം ചൊല്ലുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് മാത്രം ഒരു പ്രശ്നം ഉണ്ടാവരുത്, ബാക്കി ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ. അത് തെറ്റായ ചിന്തയല്ലേ? ശരിയല്ല, ചിന്തിക്കും നിങ്ങൾ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അത് നമ്മുടെ തെറ്റല്ല. കാരണം ചെറുപ്പത്തിലേ നമ്മൾ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. കുട്ടികളായിരിക്കുമ്പോണ്ടല്ലോ ഈ അബദ്ധങ്ങളൊന്നും കുട്ടികളെ പ്രാർത്ഥിപ്പിക്കരുത്. ഇനിയുള്ള അമ്മമാരെങ്കിലും കുട്ടിയോട് പ്രാർത്ഥിക്കും, പറയും മോനെ ദീർഘായുസിട്ട് തരണേന്ന്. ഇതെന്താ ഈ സ്റ്റഫ് ചെയ്തെടുത്ത് വയ്ക്കാൻ പോവുകയാണോ? ദീർഘായുസിട്ട് കൊടുക്കാൻ ഒരു ദിവസം അടിച്ചു പോകണം, ഒരു ദിവസം പോയേ പറ്റുള്ളൂ. പ്രകൃതിയുടെ നിയമമാണ്. മോനെ അസുഖങ്ങളൊന്നും വരരുതെന്ന് പ്രാർത്ഥിക്കും. ഭഗവാനെ ഓരോ അസുഖം വരരുതെന്ന് അവൻ പ്രാർത്ഥിക്കും. പനിയുടെ ലക്ഷണമായിട്ട് അവൻ പ്രാർത്ഥിക്കണം. അത് പ്രകൃതിയുടെ നിയമമാണ്. ആർക്കതൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതിങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന. അസുഖം വരരുത്, പരീക്ഷയിലൊക്കെ ഭഗവാനെ നല്ല മാർക്ക് തരണേന്ന്. അതൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമായി തീരും. നമുക്ക് ഈശ്വരനുള്ള വിശ്വാസമല്ല കൂടെ, ഈശ്വരനുള്ള വിശ്വാസം കുറയ്ക്കുക ചെയ്യാം. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു? ഭഗവാനെ അവിടുത്തെ ഇച്ഛ എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. എന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഞാൻ ഭംഗിയായിട്ട് നിറവേറ്റാം, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റാം. അങ്ങനെ ഞാൻ പറയായിരുന്നു എങ്കിൽ ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് നേരിടാൻ കരുത്തുള്ളവരായി തീരുമായിരുന്നു, അല്ലേ? അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇപ്രകാരമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനും പഠിക്കാനുമാണ് ഭാഗവതം ഇങ്ങനെയൊക്കെ കഥ പറയുന്നത്. ഏതായാലും ഇങ്ങനെ തൃണാവർത്തനം കഴിഞ്ഞിട്ട് അടുത്തത് 8ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ നാമകരണം പറയാണ്. ഭാഗവതത്തിൽ നല്ലൊരു കുട്ടി ചോദ്യം ചോദിക്കേണ്ടായി, ഭഗവാൻ എന്തുകൊണ്ടാണ് വീണ്ടും പാലാഴി കടഞ്ഞപ്പോ ഐരാവതം വന്നതെന്നൊരു കുട്ടി നല്ല ചോദിക്കേണ്ടായി. അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കൂ. ഭഗവാൻ 8ാമത്തെ പുത്രനായി അവതരിച്ചു എന്നാണ് കഥ പറയുന്നത്. ആ ഭഗവാന്റെ 8ാമത്തെ അവതാരത്തെ ഭാഗവതത്തിൽ വളരെ ശ്രദ്ധിച്ച പല രസങ്ങളും നിങ്ങൾക്ക് കാണാം. 3ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാന്റെ അവതാരം വിളിച്ചു പറയുന്നത്.
അത് കഴിഞ്ഞ് 8ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ നാമകരണം പറയുന്നത്. ഇനി ഭഗവാൻ വിവാഹം കഴിക്കുമ്പോൾ 8 ഭാര്യമാരെ വിധിപൂർവ്വം വിവാഹം കഴിച്ചു എന്നാണ് കഥ പറയുന്നത്. ഈ 8നെ വളരെയധികം പ്രാധാന്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനിയും നമുക്ക് പിന്നീട് അതിലേക്ക് കടക്കാം. ഏതായാലും ഭഗവാന്റെ നാമകരണത്തിന് വേണ്ടി ഒരു ദിവസം വസുദേവര് യദുക്കളുടെ ആചാര്യനായ ഗർഗാചാര്യരെ കണ്ടിട്ട് പറഞ്ഞു, ആചാര്യരെ, ഉണ്ണികൾ വളരെയല്ലേ, ഒന്ന് പോയി പേരൊക്കെ ഇടണ്ടേ എന്ന്. ശരിയാണ്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നന്ദഗോപരുടെ നന്ദഗാവിലെത്തി, അതായത് അമ്പാടിയിലെത്തിക്കഴിഞ്ഞു. ഗർഗാചാര്യൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, നോക്കണേ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ പേരിടാൻ പോകുന്നത്, അതിനൊരു ഭാഗ്യം വേണ്ടേ. ഏതായാലും നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി അദ്ദേഹം ഉപചാരങ്ങളൊക്കെ ചെയ്ത് സ്വീകരിച്ചിരുത്തി. അങ്ങനെ ആദ്യം തന്നെ പേരിടേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത്രയും ആളുകൾ കാണേ നമ്മൾ കുട്ടികൾക്ക് പേരിട്ടാൽ ഒരുപക്ഷെ കംസനെങ്ങാനും തിരിച്ചറിഞ്ഞാലോ ഈ കുട്ടികൾ വസുദേവരുടെ കുട്ടികളാണ്. കാരണം ഞാൻ യദുക്കളുടെ ആചാര്യനാണല്ലോ. യദുക്കളുടെ ആചാര്യനായതുകൊണ്ട് കംസനെ വധിക്കാൻ വന്ന കുട്ടികൾ ഇവിടെയാണെന്നെങ്ങാനും കംസൻ അറിഞ്ഞാൽ പാവം ഈ കുട്ടികൾക്ക് കഷ്ടപ്പാടുണ്ടാവില്ലേ. അതുകൊണ്ട് ആരാരും അറിയാതെ കുട്ടികളുടെ പേരിടാം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കാട്ടിലേക്ക് പശുക്കളെ കൊണ്ടുപോയൊരു സമയം നോക്കിയിട്ട് ഗർഗാചാര്യർ കുട്ടികളെ പേരിടാൻ നിശ്ചയിച്ചു. രോഹിണി ദേവി രാവിലെ തന്നെ ബലരാമസ്വാമിയൊക്കെ കുളിപ്പിച്ച് ഒരു പീതാംബരമൊക്കെ ചാർത്തിയിട്ട് അങ്ങനെ കുട്ടപ്പനായിട്ട് കുളിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനെയും യശോദാദേവി കുളിപ്പിച്ച് ഒരു കൺമഷിയൊക്കെ എഴുതി ഗോപി ചന്ദനൊക്കെ ചാർത്തിക്കൊണ്ട് ഭഗവാനെയും ഒരു പീതാംബരമൊക്കെ ധരിപ്പിച്ചുകൊണ്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഗർഗാചാര്യര് ബലരാമസ്വാമി നോക്കി. നീലപ്പട്ട് ധരിച്ച് വെളുത്ത ദേഹത്തോടുകൂടി നല്ല തടിമാടനായിട്ടിരിക്കുന്ന ബലരാമസ്വാമി എടുത്തു പൊക്കി മടിയിൽ വെച്ച് പേരിടാൻ വേണ്ടി ആ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോ ഞാൻ ആലോചിച്ചു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഏതൊരു അത്ഭുത ശക്തിയാണോ ആ ശക്തിക്കാണ് ഞാൻ പേരിടേണ്ടിയിരിക്കുന്നത്. ഏതായാലും നന്ദഗോപരുടെ മുഖത്തേക്കും രോഹിണി ദേവിയുടെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇവന് നല്ല ബലമുണ്ട്, അതുകൊണ്ട് ബലൻ എന്നൊരു പേര് വരിയിരിക്കട്ടെ എന്ന്. എന്ന് മാത്രമല്ല, ഇവൻ രമിപ്പിക്കും, എല്ലാവരെയും സന്തോഷിപ്പിക്കും. അതുകൊണ്ട് ഇവന് രാമൻ എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് വേറെ വേറെ വിളിക്കണ്ട, ബലനും രാമനും കൂട്ടിയിട്ട് അങ്ങോട്ട് ബലരാമൻ എന്നങ്ങോട്ട് വിളിച്ചോളൂ. സന്തോഷമായി നന്ദഗോപർക്ക്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു, ഇവൻ വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരെയും ഒന്നിപ്പിക്കും. ഇപ്പൊ യദുക്കളും അന്തകന്മാരും വിഷ്ണികളും ഭോജന്മാരും സാത്വകന്മാരും മധുക്കളും തുടങ്ങിയിട്ടുള്ളവരൊക്കെ വേറെ വേറെയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, എല്ലാവരെയും ഒന്നിപ്പിച്ച് ഒരു വംശത്തിന്റെ കീഴിൽ പിടിച്ചു നിർത്താൻ ഇവന് സാധിക്കും. അതുകൊണ്ട് ഇവന് സംഘർഷണൻ എന്നൊരു പേരുണ്ട് എന്നും അങ്ങോട്ട് ഓർമ്മിപ്പിച്ചു. അതിന്റെ പിന്നിലൊക്കെ വളരെ വളരെ ശാസ്ത്രീയമായ തത്വങ്ങൾ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബലരാമസ്വാമി മാറ്റി നിർത്തി. പിന്നീട് കൃഷ്ണനെ വടിയിൽ പിടിച്ചിരുത്തി. ഒന്നാം മുഖത്തേക്ക് നോക്കി. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ തന്റെ നാവ് പോലും പ്രവർത്തിക്കുന്നത് ഏതൊരു കൃഷ്ണ സാന്നിധ്യത്താലാണോ ആ കൃഷ്ണനാണ് പേരിടേണ്ടിയിരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ നോക്കിയപ്പോ ഭഗവാൻ കള്ളനോട്ടിട്ടു, വേഗം കഴിച്ചോളൂ പണി എന്നുള്ളത്, കാത്തിരിക്കേണ്ടെന്ന്. ഗർഗാചാര്യർക്ക് കാര്യം മനസ്സിലായി. ഗർഗാചാര്യ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട്, ഭഗവാനെ ഏത് പേര് വിളിച്ചാലാണ് അങ്ങേക്ക് ഉചിതമായിട്ട് തോന്നുക എന്നിങ്ങനെ നോക്കിയപ്പോ ഭഗവാന്റെ നിറം നോക്കിയപ്പോ നല്ല കാർമ്മിക വർണ്ണമാണ്. ഇത് കണ്ടപ്പോൾ ഗർഗാചാര്യ പറഞ്ഞു, നല്ല കൃഷ്ണവർണ്ണമായതുകൊണ്ട് നമുക്കിതിന് കൃഷ്ണൻ എന്ന് പേരിടാം. ഏതായാലും നമ്മൾ അങ്ങനെയൊന്നും പേരിടണ്ട. നല്ല കറുത്ത നിറത്തിൽ ആ കുട്ടി വന്ന് ചെന്ന് അവന് കറുപ്പൻ തന്നെ പേരിട്ടുകയെന്ന് വേണ്ട. ഭഗവാനെ കൃഷ്ണൻ എന്നൊക്കെ വിടുന്നതിന് പിന്നിൽ തത്വങ്ങളുണ്ട് പറയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണൻ എന്നർത്ഥം. പൂർണ്ണതയിലെ കാർമ്മിക വർണ്ണം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അനന്തതയിലെ നിങ്ങൾക്ക് കാർമ്മിക വർണ്ണത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ എന്നാൽ പൂർണ്ണൻ എന്നർത്ഥം. വീണ്ടും കൃഷ്ണൻ എന്നാൽ ഭഗവാൻ പുഞ്ചിരിച്ചപ്പോ ഗർഗാചാര്യ ഭഗവാന്റെ മുഖത്ത് നോക്കിയപ്പോ ആ പുഞ്ചിരിയിൽ അങ്ങോട്ട് ആകർഷിതനായി. ഉടനെ മനസ്സിലായി, കൃഷ്ണൻ എന്നാൽ പ്രേമം എന്നർത്ഥം. പ്രേമം എവിടെയുണ്ടോ അവിടെ ഒരു ആകർഷണത്വമുണ്ട്. ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രേമത്തിന്റെ അങ്ങേയറ്റമാണത്. ആ കുട്ടിയുടെ പുഞ്ചിരിയിൽ അമ്മ അങ്ങോട്ട് മതിമറന്നുപോകും, ലയിച്ചു പോകും. അമ്മയ്ക്ക് എല്ലാ ദുഃഖങ്ങളും മറക്കാൻ സാധിക്കും. ആ ഒരു പ്രേമത്തിന്റെ ആകർഷണത്വം സ്വാഭാവികമായിട്ട് നമ്മളിലൊക്കെ ഉണ്ട് എന്ന് പറയാണ്. എത്ര വേദനിക്കുന്ന മനസ്സായാലും ഒരു ഉണ്ണി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ ദേഷ്യപ്പെട്ടു പോകാൻ പറ്റില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ആ പ്രേമത്തിലേക്ക് വീണു പോകുന്നു പറയാണ്. മൂന്നാമത് വീണ്ടും കൃഷ്ണൻ എന്നതുകൊണ്ട്
എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ ആരോ അവൻ കൃഷ്ണൻ. കൃഷ്ണൻ എന്നാൽ ആനന്ദം എന്നൊരർത്ഥമുണ്ട്. കൃഷ്ണൻ എന്നാൽ പ്രേമം എന്നൊരർത്ഥമുണ്ട്. കൃഷ്ണൻ എന്നാൽ എല്ലാവരെയും ചൈതന്യവത്താക്കി വെക്കുന്നവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞു ഇവന് പേര് കൃഷ്ണനെന്ന്. ഇനി ഇതിനു മുമ്പ് ഇവൻ വസുദേവരുടെ പുത്രനായതുകൊണ്ട് വാസുദേവൻ എന്നൊരു പേരും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്റെ നന്ദഗോപരെ എങ്ങനെ എനിക്ക് പറയാനറിയില്ല, ഇവന് അനേകായിരം പേരുകളുണ്ട്, അതൊക്കെ ഞാൻ അറിയുന്നു, അങ്ങയോട് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവും തോന്നില്ല. ഒരു കാര്യം, ഇവൻ നാരായണ സമോ ഗുണൈഹി, നാരായണന് തുല്യനാണെന്ന് അറിഞ്ഞാലും, നാരായണനാണെന്ന് പറയാമായിരുന്നു, പക്ഷേ നാരായണനെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നന്ദഗോപർക്ക് ആ സമയത്ത് ആ പക്വത വന്നിട്ടില്ല. പുത്രഭാവത്തിലെ നന്ദഗോപർ കാണുള്ളൂ ഉണ്ണി. നാരായണൻ എന്ന് പറഞ്ഞാൽ തന്നിലിരിക്കുന്ന ചൈതന്യം എന്നാണല്ലോ. ഏതായാലും അവസാനം പറഞ്ഞു, ഇവരെ നല്ലവണ്ണം രക്ഷിച്ചോളൂ, ഇവൻ നിങ്ങൾക്കൊക്കെ ഭാഗ്യവും ഐശ്വര്യവും ആനന്ദവും തന്ന് നിങ്ങളെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും ഗർഗാചാര്യർ പോകുന്നു. പിന്നെ അതിനുശേഷം ഭഗവാൻ കൃഷ്ണനും മറ്റും വളരാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ ബാലലീലകളിലേക്ക് കടക്കുകയാണ് ഇവിടെ വ്യാസമഹർഷി. ഭഗവാൻ ഉണ്ണിയായിട്ട് ഇങ്ങനെ മുട്ടുകുത്തി നടന്ന് പിന്നെ പിച്ച നടന്ന് അങ്ങനെ വളരാൻ തുടങ്ങിയപ്പോൾ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറും, പാല് വല്ലതും അകത്ത് വെച്ചിട്ടുണ്ടോ നോക്കാൻ. എന്നിട്ട് അമ്മ കാണാതെ കട്ടു കുടിക്കാൻ തുടങ്ങി. അമ്മ വിചാരിക്കും ഇതൊക്കെ ഉണ്ണി അല്ല ചെയ്തു, വല്ല പൂച്ചയൊക്കെ തട്ടിമറിച്ചതാണെന്നൊക്കെ വിചാരിക്കും. അതും കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. അമ്മയും രോഹിണീ ദേവിയും ആ കുട്ടികളുടെ പിച്ചവെച്ചുള്ള നടത്തവും കുസൃതിയുള്ള കളികളും വികൃതികളും കണ്ടിങ്ങനെ ആസ്വദിക്കും. പശുവിന്റെ പിന്നാലെ പോവുക, വാലിൽ തൂങ്ങിക്കളിക്കുക, കുരങ്ങന്റെ വായ തുറന്ന് പല്ലെണ്ണി നോക്കുക, പട്ടിയുടെ പുറത്തു കയറി നോക്കുക, ഇങ്ങനെ മൃഗങ്ങളുമായിട്ടും മറ്റുമൊക്കെയുള്ള സഹവാസം. അമ്മയ്ക്ക് പേടി ഈ കുട്ടികൾക്ക് വല്ലതും പറ്റുമെന്നുള്ളത്. എന്തായാലും അമ്മയ്ക്ക് കടന്നു വീഴാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ സമയമുള്ളൂ. അങ്ങനെ ഗോപികമാരുടെ വീടുകളിലേക്ക് ഉണ്ണിങ്ങനെ പോയപ്പോ അവിടെ ചെല്ലുമ്പോൾ വയറൊക്കെ ഇങ്ങനെ കത്തേക്ക് പിടിപ്പിച്ചാ പോവുക. അപ്പൊ ഗോപിക ചോദിക്കും, എന്താ കണ്ണ എന്നൊന്നും കഴിച്ചിട്ടില്ലേ, വയറൊക്കെ ഇങ്ങനെ വളരെ ഒട്ടിയിരിക്കണമെന്ന്. ഒന്നും തന്നിട്ടില്ല അമ്മാന്ന്, പാല് കുടിച്ചിട്ടില്ല, ഇത്തിരി പാലേ കുടിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നുണ പറയുമ്പം അവർ പാലൊക്കെ കൊടുക്കും. വയറ് വരെ പാലും വെണ്ണയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുസൃതി ഒപ്പിക്കും, അവരുടെ പശുക്കുട്ടി അഴിച്ചിട്ടുണ്ടാവും. അയ്യോ നിങ്ങളുടെ പശുക്കുട്ടി അഴിഞ്ഞിട്ട് ആ പാല് കുടിക്കണമെന്ന്. ഇവരതിൻ്റെ അടുത്തേക്ക് ഒപ്പിക്കും, ബാക്കിയുള്ള പാല് കൂടി അകത്തേക്ക് ആക്കും. ബാക്കിയുള്ളതൊക്കെ പൂച്ചയ്ക്കൊക്കെ കൊടുത്ത് പിന്നെ അവിടുന്ന് മുങ്ങും അടുത്ത ഗോപികയുടെ വീട്ടിലേക്ക്. എങ്ങനെയെങ്കിലും വയറൊക്കെ അമർത്തി പിടിച്ച് അവിടുന്ന് ചോദിക്കും പാലൊക്കെ. അവസാനം വീട്ടിലെത്തുമ്പോഴേക്കും വയറുണ്ടാവും മദ്ദളം പോലെ. എന്താ കണ്ടാ നിന്റെ വയറൊക്കെ എത്ര നിറഞ്ഞിരിക്കണോ? അയ്യോ ആ ഗോപികമാരോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ, പാലൊക്കെ ഉള്ളത് കുടിപ്പിച്ചു തന്നെയെന്ന്. അമ്മ നല്ല ചീത്ത വിളിക്കുക ഗോപികമാരെയൊക്കെ. ഇത് കേൾക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ കേൾക്കു കുറച്ച് ഇങ്ങനെയൊക്കെ കേൾക്കണം നിങ്ങളെന്ന്. അങ്ങനെ ആ ഗോപികമാരെ കളിയാക്കിക്കൊണ്ടും പിന്നെ തന്റെ കുസൃതി ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഗോപികമാർക്ക് ഇങ്ങനെ സംശയം തോന്നി, കൃഷ്ണൻ ഇത്തിരി കള്ളത്തരമൊക്കെ പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഏതായാലും പാല് കട്ടുകുടിക്കണമെന്നുള്ളത് അവർക്ക് തോന്നിയപ്പോ ഉറിയിലൊക്കെ കെട്ടിവെക്കാൻ തുടങ്ങി. ഭഗവാന്റെ വിടണു ഗോപന്മാരുടെയൊക്കെ കൂടെ പോയിട്ട് ബലരാമസ്വാമിയോട് പറയും, അവിടുന്ന് നല്ല ശക്തനല്ലേ, താഴെ മുട്ടുകുത്തി നിന്നാ മതി, ബാക്കിയൊക്കെ ഞങ്ങളേറ്റുള്ള. ബാക്കി ഓരോ ഗോപന്മാരെയൊക്കെ പുറത്തേറ്റി ഭഗവാൻ ഏറ്റവും മുകളിലേറിയിട്ട് ആ പാലൊക്കെ എടുത്ത് കുടിച്ച് അപ്പോഴേക്കും ഗോപികയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാവരും ചാടി ഓടാൻ തുടങ്ങും. ഭഗവാൻ അതിന്റെ മുകളിലും. എങ്ങനെയാ കൃഷ്ണ നീ അതിന്റെ മുകളിലെത്തിയതെന്ന്? ഇല്ല, ഒരു പൂച്ച പാല് കുടിക്കാൻ വന്നപ്പോൾ ഞാൻ ചാടി കയറിയതാണ് അതിനെ ഓടിക്കാനെന്ന്. എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് ആ ഗോപികമാരുടെ മനസ്സിനെ ഭഗവാൻ അവരറിയാതെ തന്നിലേക്ക് എത്തിച്ചു പ്രിയാണ്. ആ ഗോപികമാർക്ക് ഭഗവാനെ കാണാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു. അവർക്കെന്നും ഭഗവാനെ കാണണം, ഒരു നോട്ടം കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ ഗോപികമാർ ഭഗവാൻ ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുകയാണ്. പാല് കുടിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ വികൃതിയിൽ ഒരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ചു. അമ്മ ആ പുഞ്ചിരിയിൽ അങ്ങോട്ട് മയങ്ങിപ്പോയി. ആ സമയത്ത് ഭഗവാന് തോന്നി ഒരു ലീല ചെയ്യാന്ന്, ഒന്ന് കോട്ടുവായിട്ട് വായൊന്ന് പൊളിച്ചു കാണിച്ചു കൊടുത്തു. ആ അമ്മ ഒരു നിമിഷം നോക്കുമ്പോഴേക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ആകാശം, ഭൂമി, എല്ലാ ദ്വീപുകളും സാഗരങ്ങളും മലകളും പർവ്വതങ്ങളും എന്തിനേത് സൂര്യനക്ഷത്രങ്ങൾ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ തലകറങ്ങി. ഉണ്ണി വായടയ്ക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ ഈ പ്രപഞ്ചം തന്നിലാണെന്നും താൻ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ചെറിയൊരു സാധനമല്ലെന്നും എന്നൊക്കെ അമ്മയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ നോക്കി. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും മനസ്സിലായില്ല. അമ്മയ്ക്ക് മനസ്സിലായത് ഇത് ഞാൻ പ്രസവിച്ചൊരു കുട്ടിയായിട്ടാണ്. ഏതായാലും കാലം വീണ്ടും മുന്നോട്ട് പോയി.
അങ്ങനെ ഭഗവാന്റെ കുസൃതികളൊക്കെ കൂടാൻ തുടങ്ങി. ഒരു ദിവസം അമ്മ മടിയിൽ വെച്ച് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മങ്ങനെ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടുന്നുണ്ട്. ഒരു കൈകൊണ്ട് തൈര് കടയുന്നുണ്ട്. പണ്ടത്തെ സ്ത്രീകൾക്ക് ഒരേ സമയം 100 പണി ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് നേരെ വിപരീത, ഒരേ സമയത്ത് ഒരു പണി പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാലമായി. എല്ലാം വിഷയം വന്നപ്പോഴേ കാലം മാറിപ്പോയി. അപ്പൊ അവർ കൈകൊണ്ട് തൈര് കടയും, കുട്ടിക്ക് അതേസമയം പാല് കൊടുക്കും, പാട്ട് പാടും. ഇതൊക്കെ ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ണ് അടുപ്പിലേക്ക് പോയത്. അവിടെ ഇങ്ങനെ പാല് തിളച്ചിങ്ങനെ വരികയാണ്. അത് കണ്ടതും ഉടനെ തന്നെ കുട്ടിയെ മടിയിൽ നിന്ന് മാറ്റിക്കിടത്തി ഭഗവാനോട് അവിടെ കിടക്കട്ടെ ഉണ്ണി, ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് ഓടിച്ചെന്ന് പാലെടുത്ത് വയ്ക്കാൻ. ഭഗവാന് തോന്നി തന്നെ ഇങ്ങനെ പാല് കുടിപ്പിച്ച് രസിപ്പിച്ച് അതങ്ങനെ തൃപ്തിയാവുന്നതിന് മുമ്പ് എങ്ങനെ തന്നെ ഉപേക്ഷിച്ചു പോയില്ലേ അമ്മ, ശരിയല്ല ഇത് എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത് എന്തായാലും ഒരു ശിക്ഷ കൊടുത്തിട്ട് കാര്യം എന്നൊക്കെ കരുതിയിട്ട് അവിടെ കിടന്ന കളിപ്പാട്ടമെടുത്ത് തൈര് കലർത്തി ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അത് കടകട പൊട്ടി തൈരെല്ലാം പുറത്തു വന്ന് അതെല്ലാം ഒഴുകിയത് പോയി. ഭഗവാൻ അവിടുന്ന് ആ വെണ്ണപ്പാത്രമൊക്കെ തുറന്ന് 2 കൈയിലും നിറയെ കൈകൊണ്ട് വെണ്ണയൊക്കെ എടുത്ത് കുറേയൊക്കെ വായിൽ അങ്ങോട്ട് തിരികെ പിന്നെയും വാരിയെടുത്ത് താഴെയൊക്കെ കുറെ വലിച്ചെറിഞ്ഞ് നേരെ ഓടി. അമ്മ വന്നു നോക്കുമ്പോൾ കണ്ടതും ആദ്യം ഒരു സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെ പൊട്ടിക്കാൻ അവന് സാധിക്കുമോന്ന്, ഇത്രയൊക്കെ ശക്തി വന്നുണ്ടോന്ന്. പിന്നെ തോന്നി ഇവൻ ഇത് പൊട്ടിച്ചു പോയവനല്ല, ശരി ഒരു ശിക്ഷ കൊടുത്തിട്ട് കാര്യം. കുറെ ദിവസമായി ഇവന്റെ വികൃതി തുടങ്ങിയിട്ട്. എങ്ങനെ ഗോപികമാരെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാറില്ല, ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവന് വികൃതി കൂടിയിട്ടുണ്ടെന്ന്. ഏതായാലും ശിക്ഷ കൊടുത്തിട്ട് കാര്യം എന്നൊക്കെ കരുതി വടിയൊക്കെ എടുത്തിട്ട് കൃഷ്ണനെ പിടിക്കാൻ പോവാണ്. നോക്കുമ്പോൾ കാണുന്നതെന്താണ്, പുറത്ത് ഒരു ഒരലിന്റെ മുകളിൽ കയറി നിന്ന് വെണ്ണയ്ക്ക് കുരങ്ങനും അണ്ണാനും പൂച്ചയ്ക്കൊക്കെ കൊടുത്തിങ്ങനെ ആസ്വദിക്കുകയാണ്. അമ്മയുടെ കയ്യിൽ വടി കണ്ടതും പിന്നെ ഭഗവാൻ നിന്നില്ല, ഓടാൻ തുടങ്ങി. എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി കൈകളെ കൊണ്ട് കണ്ണ് രണ്ടും തിരുമാൻ തുടങ്ങി. കൺമഷിയൊക്കെ അല്ലെങ്കിലേ കറുത്തിട്ട ആള്, ആ കൺമഷിയൊക്കെ കണ്ണിലൊക്കെ പോയി കണ്ണൊക്കെ ചുവന്നിങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നി വടി കണ്ടിട്ട് കുട്ടി പേടിച്ചതാണെന്ന് കരുതി വടിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. കള്ളത്തരാന്നുള്ള അമ്മയ്ക്ക് പാവം അറിയണ്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടി എന്തായാലും പിടിച്ചിട്ട് കാര്യമെന്ന് കുറെ അമ്മയെ ഓടിച്ചു. ആ സമയത്ത് ഭാഗവതം പറയുന്ന അമ്മയുടെ തലയിൽ കുറെ മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട്, അതിങ്ങനെ വീഴാൻ തുടങ്ങി. ഒരുപക്ഷേ ദേവന്മാർക്ക് പൂവ് കിട്ടിയിട്ടുണ്ടാവില്ല ആ സമയത്ത്. എന്നാ പിന്നെ അമ്മയുടെ തലയിൽ തന്നെ കിടക്കുന്ന പൂ വീണോട്ടെ എന്ന് കരുതി ഒരു പുഷ്പവൃഷ്ടി നടന്നു എന്നാണ്. എത്രയോ കാലം തപസ് ചെയ്ത ഋഷീശ്വരന്മാർക്ക് പിടിക്കാൻ പറ്റാത്തൊരു പരമതത്വത്തെ പാവം യശോദാദേവി പിടിക്കാൻ ചെല്ലുന്നതിന് വ്യാസമഹർഷി നോക്കി നിൽക്കുകയാണ്. ആ ഒരു നിമിഷം ഭഗവാന് തോന്നി, പാവം ഈ അമ്മയെ ഓടിപ്പിച്ചിട്ട് എന്താ കാര്യം, അങ്ങോട്ട് അനുവദിച്ചു കൊടുത്തേക്കാന്ന് കരുതി തന്നെ പിടിക്കാൻ അനുവദിച്ചു എന്നാണ്. അപ്പോഴേക്കും ദേവിക്ക് താൻ പിടിച്ചില്ലേ എന്നുള്ളൊരു ഇതം കൊണ്ട് വന്നതും ഉടനെ തന്നെ രോഹിണി ദേവിയോട് വിളിച്ചു പറയാണ്, രോഹിണി ദേവി കൊണ്ടുവരും ഒരു കയറ്, ഇവനെ ഒന്ന് കെട്ടിയിട്ടിട്ട് കാര്യം, ഇത്ര വികൃതി ആവാൻ വയ്യ, കുട്ടികളാകുമ്പോൾ ഇത്തിരി ഒരു അടക്കൂ ഇതൊക്കെ വേണ്ടേ, കൊണ്ടുവരൂ കയറെന്ന്. രോഹിണി ദേവി എവിടുന്ന് ഒരു കയറൊക്കെ കൊണ്ടുവന്നു കെട്ടാൻ വേണ്ടിയിട്ട്. ഭഗവാൻ വിചാരിച്ചെന്നാ വരുന്ന കെട്ടട്ടെ എന്നെ എന്ന്. സർവ്വചരാചരങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന എന്നെ ഒരു ശരീരത്തിന് പോലും കെട്ടാൻ സാധ്യമല്ല, പിന്നെയുണ്ടോ ഒരു കയറുകൊണ്ട് കെട്ടാൻ പറ്റണോ? ഏതായാലും കെട്ടാൻ വേണ്ടി ദേവി നോക്കി, കെട്ടാൻ പറ്റുന്നില്ല. ചെറിയൊരു നീളത്തിനൊരു കുറവ്. ദേവി നോക്കിയപ്പോൾ 2 വിരൽ, രോഹിണി ദേവി 2 വിരലും കൂടി നീളമുള്ള ഒരു കയറെടുത്തുകൊണ്ടിരുന്നു. രോഹിണി ദേവി മറ്റൊരു കയറെടുത്തുകൊണ്ടിരുന്നു. കെട്ടാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ 2 വിരലിന്റെ ഒരു കുറവ്. അങ്ങനെ അവിടെയുള്ള കയറൊക്കെ കൊണ്ടുവന്നു. രോഹിണി ദേവി കുറച്ചുകൂടി വലുത് കൊണ്ടുവരുമെന്ന്, ഇനി കൊണ്ടുവരണമെങ്കിൽ ഫാക്ടറി തുടങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. ഉള്ള കയറൊന്നും ഇപ്പൊ പറ്റുന്നില്ല, അതൊന്നും എത്തുന്നില്ല. അവസാനം ഭഗവാന് തോന്നി, ഇവർ നാട്ടിലുള്ളതല്ല, ഈ പ്രപഞ്ചത്തിലുള്ള കയറ് കൊണ്ടുവന്നാലും എന്നെ കെട്ടാൻ പറ്റില്ല. കാരണം താൻ കയറുകൾക്ക് ഒതുങ്ങുന്നവനല്ല, ഭഗവാൻ അനുവദിച്ചു കൊടുത്തു എന്നാണ്. ആ അനുവദിച്ചു കൊടുത്തതും ഭഗവാൻ ആദ്യം കൊണ്ടുവന്ന കയറുകൊണ്ട് തന്നെ ഭഗവാനെ കെട്ടിയിടാൻ സാധിച്ചു എന്ന്. ഓരോരെല്ലാം അങ്ങോട്ട് കെട്ടിയിട്ടു. എന്നിട്ട് യശോദാദേവി രോഹിണി ദേവി അങ്ങോട്ട് പോയപ്പോൾ ഗോപികമാര് പറഞ്ഞു, ഇങ്ങനെ വേണം, ഞങ്ങളുടെ വീട്ടിലെ കുടം പൊട്ടിക്കുമ്പോഴേ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാല് കെട്ടെടുക്കുമ്പോഴേ ഒരു ദിവസം ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ലല്ലേ, അവിടെ ഇരിക്കും, ഇന്ന് ഒരലിന്റെ മുകളിൽ കിടക്കുന്നേ, കാണിച്ചു തരാം, ഞങ്ങൾക്ക് ഇന്ന് ഒരു സന്തോഷത്തിന്റെ ദിവസമെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കളിയാക്കാൻ തുടങ്ങി. ഭഗവാൻ ഒരു മൈൻഡും ഉണ്ടായില്ല. ഭഗവാൻ എന്ത് ചെയ്താ ഒരലൊക്കെ മറച്ചിട്ട് അവിടുന്ന് ഉരുളാൻ തുടങ്ങി. എന്നാ പിന്നെ ഒരലുകൊണ്ടാവാം അടുത്ത ലീലാണ്. അങ്ങനെ ഉരുട്ടി 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 ആ സാധനത്തെ കൊണ്ടുപോയി 2 മരുതവൃക്ഷങ്ങളുടെ ഒരു ആകൃതിയിൽ മരുതവൃക്ഷങ്ങളുണ്ടായിരുന്നു. ഭഗവാന് തോന്നി അതിന്റെ ഉള്ളിൽ കൂടെ ഇവർ ഒരലെന്ന് കൊണ്ടുപോകണം. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ തോന്നുക, എന്താ സാധ്യമല്ലാത്ത അതേ അവർ നോക്കുള്ളൂ, സാധിക്കാൻ പറ്റുമോ എന്നുള്ളത്. മതിലിൽ കയറരുതെന്ന് കുട്ടിയോട് പറഞ്ഞാൽ അപ്പം അവൻ കയറി അതിന്റെ മുകളിൽ കയറി നോക്കും. മോനെ അതിന്റെ മുകളിൽ ചാടിതാ ചാടി കഴിഞ്ഞു. കുട്ടികൾക്ക് അങ്ങനെ ചെയ്യരുത് പറഞ്ഞാൽ അപ്പം ചെയ്തിരിക്കും. ഭഗവാനെ തോന്നി അത് തന്നെ ചെയ്യാൻ. ആ മരുതവൃക്ഷങ്ങളെ ഒരല് തട്ടിയതും
ഒരു നിമിഷം കൊണ്ട് ആ 2 വൃക്ഷങ്ങളും കടപുഴകി വീഴാൻ തുടങ്ങി. ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നു 2 ദിവ്യരൂപങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തു വരുന്നു. അവർ രണ്ടുപേരും ഭഗവാനെ കൈകൂപ്പി നമസ്കരിച്ച് തൊഴുത് അവിടെ നിന്നും സ്തുതിക്കാൻ തുടങ്ങി. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ മഹായോഗിൻ ത്വമാദ്യപുരുഷപരാം വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ രാവണാവിധു. ഭഗവാനെ, അങ്ങനെ ഞങ്ങള് ഇപ്പോഴാണ് ആ മാഹാത്മ്യവും മഹത്വവും അവിടുത്തെ ചൈതന്യശക്തി ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങളോട് പൊറുക്കണം. ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞങ്ങളാണ് കുബേരന്റെ മക്കളായ നളകൂപര മണിഗ്രീവന്മാര് എന്നറിയപ്പെടുന്നവര്. ഭഗവാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ മരങ്ങളായതെന്ന്? അതല്ലേ ഭഗവാനെ പറ്റിയത്? ഞങ്ങൾ ഒരിക്കൽ വസ്ത്രമൊന്നുമില്ലാതെ ഗംഗയിലിറങ്ങി അപ്സരസുകളുടെ കൂടെ ഇത്തിരി മദ്യവും കൂടി കഴിച്ചിട്ട് ആടിപ്പാടി. ആ സമയത്ത് നാരദ മഹർഷി അവിടെ വന്നിട്ട് പറഞ്ഞു, കഷ്ടം, ഇത്ര പവിത്രമായ ഗംഗയിലിറങ്ങി തോന്നിവാസം ചെയ്യാനാണല്ലോ നിങ്ങൾക്ക് തോന്നിയത്, ജലക്രീഡ ചെയ്യാനാണല്ലോ തോന്നിയത്, പാപം അകറ്റേണ്ട ഗംഗയിൽ പാപം വർദ്ധിപ്പിക്കാനാണല്ലോ നിങ്ങൾക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് ഞങ്ങളെ 2 പേരെയും ശപിച്ചു. നിങ്ങൾ 2 പേരും മരങ്ങളായി പോട്ടെ. ഡ്രസ്സൊന്നും ഉടുക്കാതെ നടക്കുന്നവർക്കുണ്ടാവുന്ന ശാപാണത്തിന് മരങ്ങളായി തീരുക എന്നുള്ളത്. അങ്ങനെ മരങ്ങളായി തീർന്നതാണ്. ഞങ്ങൾ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ അവതരിക്കും. അങ്ങനെ അവതരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരലുകൊണ്ടൊരു മുട്ട് കിട്ടും, അന്ന് നിങ്ങൾ നേരെയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരലുകൊണ്ടൊരു തട്ട് കിട്ടിയിരിക്കണമെന്ന്. പണ്ടുള്ളവർ പറയും ഒന്നേ ഉള്ളൂ വെച്ചാൽ ഒലയ്ക്കുണ്ട്. ഇവിടെ 2 എന്നുള്ളതുകൊണ്ട് ഒരലുകൊണ്ട് ഒലയ്ക്ക് ഒഴിവാക്കി ഒരലുകൊണ്ട് കൊടുത്തു എന്നാണ്. ഏതായാലും ഇപ്രകാരം ഭഗവാനെ, ഇപ്പൊ ഞങ്ങൾ ശാപമോക്ഷത്തിൽ നിന്ന് മുക്തരായിരിക്കുന്നു, അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ വീണ് അവർ അപേക്ഷിക്കുന്ന ഒരു വരമുണ്ട്. ഭഗവാനെ, ഇനിയെങ്കിലും ഞങ്ങൾക്ക് സദ്ബുദ്ധി ഉണ്ടാവാൻ എന്ത് വേണം? വാണീ ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തോ ജകർമ്മസോ മനസ്തവ പാദയോർമ്മ സ്വത്യാം ശിരസ്തവ നിവാസജകൾ പ്രണാമി ദൃഷ്ടിം സദാം ദർശനേസ്തുതവൽത്തനൂനാം. ഭഗവാനെ, ഇനി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഏത് രൂപത്തില്? വാണീ ഗുണാനുകഥനേ, ഞങ്ങളുടെ നാവുകൊണ്ട് നല്ലത് പറയാൻ ഞങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും ഓരോ വാക്കുകളും എനർജിയാണ്. ഇത് ഫിസിക്സ് കണ്ടെത്തിയ കണ്ടെത്തലാണ്. ഇപ്പൊ എനർജിയിൽ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും ഉണ്ട്. അത് പ്രകൃതിയുടെ നിയമമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ പ്രകൃതിയിൽ വ്യാപാരം നടക്കുള്ളൂ. നമ്മൾ ഓരോരുത്തരും എന്ത് സംസാരിക്കുന്നുവോ അതിൻ്റെ ഒരു തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. ദുഃഖത്തോടുകൂടി സംസാരിക്കുമ്പോൾ ദുഃഖത്തിന്റെ തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. സന്തോഷത്തോടുകൂടി സംസാരിക്കുമ്പോൾ സന്തോഷത്തിന്റെ തരംഗം പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഏത് തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നുവോ ഏത് തരത്തിൽ സംസാരിക്കുന്നുവോ ആ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. അമ്പലത്തിൽ പോയാൽ നമ്മുടെ മനസ്സ് വേഗം ശാന്തമാവാൻ എന്താ കാരണം? അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന തരംഗങ്ങൾ ഒരു പോസിറ്റീവാണെന്ന് പറയണം. അപ്പൊ നമ്മുടെ വീട്ടിലും നമുക്ക് ഇരിക്കുമ്പോൾ ശാന്തിയും സ്വസ്ഥതയും കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ നമുക്കുണ്ടാക്കി വെക്കണമെന്ന് പറയാൻ. ഇപ്പോൾ ഇതൊക്കെ കണ്ടെത്താനുള്ള കോഡുകൾ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. ആ സാധനം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് നെഗറ്റീവ് ഇതൊക്കെ കാണാം, വൈബ്രേഷൻ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ അടുത്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ നെഗറ്റീവായിട്ട് നേരെയാവില്ല, ശരിയാവില്ല, ജീവിച്ചു തന്നെ ശരിയായിട്ടില്ല, ഇങ്ങനെ ചത്തുപോയാൽ മതിയെന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു 1000 ആവർത്തി പറയുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ കൂടെ എപ്പോഴും ഒരു നെഗറ്റീവ് വൈബ്രേഷനേ ഉണ്ടാവുള്ളൂ പറയാൻ. എന്നാൽ എപ്പോഴും നമ്മളൊരു പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഭഗവാനെ അവിടുന്നുണ്ടെങ്കിൽ എന്താ ഒരു ബുദ്ധിമുട്ടുള്ളത്? അവിടുന്നുണ്ടാവുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല, ഭഗവാനുണ്ടല്ലോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാറ്റിനെയും അതിവർത്തിക്കാനുള്ള ഒരു പോസിറ്റീവ് ശക്തി നമ്മളിൽ ഉണരുന്നവരെയാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് മൈൻഡ് വളരും, പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് മൈൻഡ് വളരും. ഇതൊക്കെ മൈൻഡിലാണ് ഇരിക്കുന്നത്. മനസ്സിന് പോസിറ്റീവ് ആവാൻ സാധിക്കും, നെഗറ്റീവ് ആവാൻ സാധിക്കും.